പിന്നില്ല ഞെട്ടിക്കായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓർഡിനറി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ലാലേട്ടന് ചെയ്യാൻ പറ്റുമോ? അടിപൊളിയാണ്. സൂപ്പർ പടം. ക്ലൈമാക്സ് ഒക്കെ പക്കയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. സൂപ്പർ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. പൊളി ഒരു രക്ഷയില്ല. ഇത് മമ്മൂക്കയുടെ കാലമാണ്. മമ്മൂക്ക തകർത്ത് വരും. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഒക്കെ രോമാഞ്ചം. വിനായകനും മമ്മൂക്ക ഒരു രക്ഷയില്ല. എല്ലാം അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. ഇത് ഓസ്കാർ വരെ കയറുന്ന ഒരു ഐറ്റമാണ്. പടം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ഒരു ജെമ്മുണ്ടല്ലോ, അത് എൻഡിലേക്ക് വന്നപ്പോൾ നമുക്ക് ഫീൽ ചെയ്തില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര ബിൽഡ് ചെയ്ത് തോന്നിയില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിലുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കെന്ന പെർഫോമർ ഫസ്റ്റിലൊരു ഷോട്ടുണ്ട്, ആ പടം കാണാൻ മനസ്സിലാവും. ആദ്യത്തെ ഷോട്ട് അവിടെ ഉണ്ട് പടത്തിൻ്റെ വെയിറ്റ് എന്നാണെന്ന്. പക്ഷേ ആ വെയിറ്റ് ക്ലൈമാക്സ് വന്നപ്പോൾ ആ ഒരു ആക്ടറെ യൂസ് ചെയ്യാൻ പറ്റിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. വിനായകൻ നല്ല സ്പേസ് ഉണ്ട്. രണ്ടുപേരുടെ തമ്മിലുള്ള കോമ്പിനേഷൻ കൊള്ളാം. പക്ഷേ എന്താ പറയുക ആസ് യൂഷ്വൽ ഒരു ത്രില്ലറായിട്ട് പടം സെക്കൻഡ് ഹാഫിലേക്ക് മാറി. ആ സ്റ്റോറി നറേഷൻ ആസ് യൂഷ്വലായി മാറി. ഇത് ഒന്നുമില്ല, ഒരു ഓർഡിനറി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് അടിപൊളിയാണ്. സൂപ്പർ, നല്ല ത്രില്ലിംഗ്. പിന്നില്ല ഞെട്ടിക്കായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം ഓരോ ക്യാരക്ടറിന്റെ ഇത് കാണുമ്പോൾ തോന്നിയായിരുന്നു. ആ ലാസ്റ്റത്തെ ഒരു ഇതൊക്കെ വന്നപ്പോൾ ദേഷ്യം ആദ്യം കണ്ടപ്പോൾ നമുക്ക് ദേഷ്യം തോന്നിയായിരുന്നു. പിന്നെ ക്യാരക്ടർ അല്ലേ അത്, അപ്പോൾ അതിനനുസരിച്ച് അടിപൊളി. സൂപ്പർ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അഭിപ്രായം പറയുന്നത്. ക്ലൈമാക്സ് അല്ല, മൊത്തം കൊള്ളാം. അടിപൊളി. അടിപൊളി സൂപ്പർ. ഒന്നും പറയാനില്ല, അടിപൊളിയാ. ഒരു രക്ഷയില്ല. അടിപൊളി പടം. ഗുഡ് 100ൽ 100. വില്ലനല്ല, നായകനല്ലേ? നായകനാണ്, വില്ലനല്ലല്ലോ ഒരിക്കലും. നായകനാണ്. ഞാൻ ആദ്യമായിട്ടാണ് അഭിമുഖം പറയുന്നത്, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. പടം പറഞ്ഞാൽ സ്ക്രിപ്റ്റ് നല്ലതാണ്, ഡയറക്ഷൻ നല്ലതാണ്, അഭിനയം നല്ലതാണ്. ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. ഇതൊരു ഓഫ് ബീറ്റ് പടമാണെങ്കിലും ലാഗ് ഒട്ടുമില്ല. ക്ലൈമാക്സിന് മുമ്പായാലും ഫസ്റ്റ് ഹാഫിന് മുമ്പായാലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. ഈ ഒരു കാര്യം ലാലേട്ടന് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ പടങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനെ പടം ചെയ്യുന്നില്ല. കാരണം ലാലേട്ടൻ ഫാൻസ് സമ്മതിക്കില്ല. ലാലേട്ടൻ ഇങ്ങനത്തെ റോൾ ചെയ്താൽ ലാലേട്ടൻ ഫാൻസ് സമ്മതിക്കില്ല. പക്ഷേ മമ്മൂക്ക ഫാൻസ് സമ്മതിക്കും. മമ്മൂക്കിനെ ഏതൊരു പടവും ചിരഞ്ജീവി അക്സെപ്റ്റ് ചെയ്യും. എന്തായാലും മമ്മൂക്ക സമ്മതിച്ചു കൊടുക്കണം. വേൾഡ് ക്ലാസ് ആക്ടറായി മാറുക. മമ്മൂക്ക നല്ലൊരു ആക്ടറാണ്, നല്ലൊരു മനുഷ്യനാണ്. എല്ലാം കൊണ്ട് നല്ലത്. ഇങ്ങനത്തെ പടങ്ങളാണ് സീനിയർ ആക്ടേഴ്സ് ചെയ്യുന്നത്. സാധാരണ ഈ സ്വഭാവ നടമാക്കാൻ ഇങ്ങനത്തെ റോൾസ് എടുക്കും. പക്ഷേ ഇത് നായകനായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് ഗോപി അങ്ങനത്തെ ആക്ടേഴ്സാണ്. വിനായകൻ തകർത്തുണ്ട്. ശരിക്കും വിനായകൻ്റെ റോൾ മോഹൻലാൽ, മമ്മൂട്ടി റോൾ വിനായകൻ ചെയ്യില്ല. പക്ഷേ ഇമേജ് നോക്കിയില്ല മമ്മൂട്ടി. ഈ പ്രായത്തിലും ഇനിയും ഇങ്ങനത്തെ റോൾസ് മമ്മൂട്ടി ചെയ്യാൻ പറ്റും. അഭിനയിച്ച അതിലുണ്ട്. രണ്ടാം ഭാഗം ഉണ്ട്. അത് ആ ക്ലൈമാക്സ് അത് കണ്ട മനസ്സിലാവും. ഇന്റർവ്യൂവിന് മുമ്പ് ട്വിസ്റ്റ് ഉണ്ട്, ക്ലൈമാക്സ് മുമ്പ് ട്വിസ്റ്റ് ഉണ്ട്.